ഉറക്കം വരും. എങ്ങനെ ഉറക്കം വരായിരിക്കും? രാത്രി അവിടെ ഉറങ്ങണം. ഇന്നലെ അവിടെ കിടന്ന് എന്തൊരു അലപ്പുറമായിരുന്നു രണ്ടും കൂടെ. അത് നീ എങ്ങനെ കേട്ട്? ഓ, ഫോൺ നോക്കിയിരുന്ന് കാണുമല്ലേ? അല്ലെങ്കിൽ ആ മെറിലിനായിട്ട് ചാറ്റ് ചെയ്തായിരിക്കും. അയ്യാ, ഇന്നലെ നിങ്ങളുടെ ഒരു അടി ഉണ്ടാക്കിയ സൗണ്ടേ അപ്പുറത്തെ ജില്ലയിരിക്കുന്നതിന് കേൾക്കായിരുന്നു. പിന്നാണ് നമ്മള്. ഞാനല്ല അടി ഉണ്ടാക്കിയത്. ഇന്നലെ ഒരു പടം കണ്ട്, ഇവന്റ് ഓഫ് ഹാഫ് ഡേയ്സ്. എടാ സത്യം പറഞ്ഞ നല്ല അടിപൊളി പടം, നല്ല ഒഴുക്കുള്ള സ്റ്റോറി. പക്ഷെ എന്റെ കെട്ടിയോൻ ആ സിനിമ വർക്കായിരുന്നു. കുറ്റം പറയാൻ പറ്റില്ല. എന്ത് കുറ്റം പറയാൻ പറ്റില്ല? ചിലപ്പോ ചിലവർക്ക് വർക്കാവില്ലല്ലോ. അവൻ ആരാ? അവൻ ലോക സിനിമയുടെ റിവ്യൂവറാ. എടാ ഒരു പടം കണ്ടതിന് അത് എന്തു പറ്റി നിർത്തിക്കളഞ്ഞേ? എന്നാ പിന്നെ നമുക്ക് ഇന്നലത്തെ വഴക്കിന്റെ ബാക്കി അങ്ങ് കണ്ടിന്യൂ ചെയ്താലോ? കണ്ടിന്യൂ ചെയ്യാൻ ഒരു താല്പര്യമില്ല. ഒന്നാമത്തെ മനുഷ്യന് വയ്യ. ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറയാം. ഇന്നലെ കണ്ട പടത്തിനകത്ത് എനിക്ക് വർക്കാവാത്ത കുറെ സീൻസ് ഉണ്ട്. അതെന്റെ അഭിപ്രായമാ. പറഞ്ഞൂടെ? പിന്നെ അഭിപ്രായത്തെ നമ്മൾ മാനിക്കണം. ആട് വെക്കണം കരാന്റെ. അങ്ങോട്ട് പോയി ഞാനിവിടെ വാള വെക്കും. என்னாச்சு உனக்கு? ഒന്നുമില്ല. ஓகே வா. வா. அங்க போய் உட்காரு. കുഴപ്പമില്ല. ചേച്ചി എന്താ? ശരിക്കും വയ്യ. അല്ലടാ ഞാൻ അഭിനയിച്ചത്. ആശുപത്രി പോയാലോ? ഒരു മനുഷ്യന് ചിലപ്പോ ഒരു നേരം വയ്യാന്നൊക്കെ വരും എന്നും പറഞ്ഞ അപ്പൊ തന്നെ ആശുപത്രി പോണമെന്നുണ്ടോ? അത് ശരി. ചോദിച്ചാ ഞാൻ പൊട്ടണ? അല്ലയാ, എല്ലാവർക്കും ഉണ്ട് വയ്യായ്യ. ഇപ്പൊ എനിക്കുണ്ടല്ലോ. ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രശ്നമാണ്. என்னாச்சு உனக்கு? അറിയാൻ പാടില്ല ആന്റി, ഭയങ്കര നോക്കാനും വരുന്ന പോലെ. தலை சுத்துதா? வயிற்று வலி இருக்கா? எங்க காமி? ഒരാളിവിടെ വയ്യാതിരിക്കുമ്പോ അയാളുടെ പേര് വിളിച്ച് ചിരിക്കണം. കനകാന്റി അങ്ങനെ ചില സമയം ചില കാര്യങ്ങളിൽ ഫണ്ട് കണ്ടെത്തും അല്ലേ കനകാന്റി? லிச்சு, நீ இங்க இருந்து எழுந்துரு. എന്തിന്? அதெல்லாம் சொல்றேன். அங்க போய் படுத்துக்கலாம். എന്തിന്? அங்க போய் படுத்தா நல்லா இருக்கும். எழுந்துரு. അപ്പൊ നീ ഛർദിക്കാൻ വന്നാലേ? சர்தி வந்தா நம்ம பாத்துக்கலாம். இப்போ மெதுவா எழுந்துரு. திருப்பா. மெதுவா மெதுவா மெதுவா. அது കുഴപ്പമില്ല, ഞാൻ നടന്നോളാം. வேண்டாம், நான் பிடிச்சுக்கிறேன். வா. மெதுவா. படுத்துக்கோ. பாத்து பாத்து பாத்து. എനിക്ക് കുഴപ്പമൊന്നുമില്ല. பரவாயில்ல, படுத்துக்கோ. படுத்துக்கோ. உனக்கு என்ன வேணாலும் சொல்லு, நான் கொண்டு தரேன். இப்ப படுத்துக்கோ. சிந்து. അളിയ, ആന്റി എത്താട് അങ്ങനെ ചിരിച്ചിട്ട് പോയി? ആന്റി ചില സമയം അങ്ങനെയല്ലേ, പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, ചിരിച്ചിട്ട് പോകും. ആശുപത്രിയില് പോവണ്ട, ഇങ്ങോട്ടും വരണ്ട. അമ്മ
എനിക്ക് വെക്കം വരുത്. വെക്കം വരുതോ? ഏതാണ്ട് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ചിരിക്കുന്ന കണ്ടില്ലയോ? அம்மா நம்ம லெச்சு இல்ல. ലച്ചു ചിരിക്കുന്നതെന്ന്? அம்மா லெச்சு வந்து வாந்தி எடுத்தா. മാന്തി എടുത്തെന്നോ? എന്തോന്നോ? மாந்தி இல்லம்மா, வாந்தி. വൊമിറ്റ്. അയ്യോ, ഛർദിച്ചെന്നോ? അതിനാന്നോ നീ ഇവിടെ വന്ന് ഇങ്ങനെ ചിരിക്കുന്നേ? அது மட்டும் இல்லம்மா, லெச்சுக்கு தலையும் சுத்துதான். ആ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊച്ചു തലയൊറ്റി അവിടെ കിടക്കുമ്പോഴാണോ നീ ഇവിടെ വന്ന് ചിരിക്കുന്നേ? എന്നിട്ട് കൊച്ചവിടെ? அங்க ரூம்ல நான் படுக்க வச்சிருக்கேன். ഓ, അത് ശരി. കൊച്ചിനെ അവിടെ പടുക്ക വെച്ചേക്കുന്നു. എനിക്ക് ഒരു കാര്യം. போகாதீங்க, சொல்றத கேளுங்க. എന്തുവാ കനകം? കാര്യം പറ. நான் தான் இந்த விஷயம் முதல்ல உங்கள்கிட்ட சொல்லணும். നീ ഒന്നും പറയണ്ട. ஐயோ சொல்லணும் அம்மா. என்னம்மா இது, நீங்க ஒரு முட்டாள் தான். ഓ കറക്റ്റ്. എപ്പോഴും അത് പറയണമെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് വലിയ വിഷയമാവുമല്ലോ. ചേച്ചി പറഞ്ഞ ഒരു കുഴപ്പമില്ല. അമ്മയ്ക്കൊരു വിചാരമുണ്ട്. അമ്മ എന്തോ വലിയ സംഭവമാണ്. മോളെ ഗൗരിയെ, ഒരവസരം വന്നപ്പോഴേ കേറി 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 അങ്ങ് പോകല്ലേ. അമ്മയ്ക്ക് അവസരം കിട്ടി അമ്മയെ വിട്ട് കളയില്ലല്ലോ. അമ്മയെ കേറി കേറി പോകാറുണ്ടല്ലോ. ஐயோ ரெண்டு பேரும் சண்டை போடாதீங்க. கௌரி, நீ லெச்சுவ பாத்தியா? ആ കണ്ട്. ഞാൻ പറഞ്ഞ വഴിക്ക് റൂമിൽ കിടക്കണുണ്ട്. நம்ம லெச்சு இருக்கால, வாந்தி எடுத்தா. വൊമിറ്റ് ചെയ്താന്ന്. അയ്യോ, വയ്യാതെ കിടക്കായിരുന്നാ? ഞാൻ വിചാരിച്ച് വെറുതെ കിടക്കായിരുന്നെന്ന്. വയ്യെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നോക്കിയിട്ടല്ലേ വരുവാളായിരുന്നു. ഞാൻ ഇപ്പൊ വരാം. ஐயோ நில்லு, இது நீ நினைக்கிற வையாயிக இல்ல. പിന്നെന്താ? நம்ம லெச்சு வந்து புள்ளத்தாச்சியா இருக்கா. நம்ம லெச்சு பிரெக்னண்டா இருக்கான்னு. நம்ம லெச்சுக்கு கர்ப்பம். ആണോ? ശരിക്കും? ആണോ ചേച്ചി? நிஜமா கௌரி? அம்மா, நான் அவளோட முகம் எல்லாம் பார்த்தேன். ஒரு மாதிரி வளர்ச்சியா இருக்கு. அதே மாதிரி அவளோட வயிற்றுலயே தொட்டு பார்த்தேன். நிஜமா இது பிரெக்னன்ட் தான். അയ്യോ, എന്റെ കൊച്ചിന് കൊടുക്കാനേ. മധുരം ഇവിടെ. അയ്യോ, മധുരം. അയ്യോ, എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന്. പതുക്കെ നടന്നു വാ. അതിനെനിക്ക് നടക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇരിക്കും. ഇരുന്നേ. ആ ആ ആ, വാ തുറക്ക്. പഞ്ചാര ഇതെന്തിനാ? ഇതങ്ങ് കഴിക്കും മോളെ. എന്റെ അമ്മ, ഒന്നാമത് എനിക്ക് വയ്യ. അതിന്റെ ഇടയിൽ ഛർദിക്കാനും വരുന്നുണ്ട്. അതിന്റെ ഇടയിലാണോ പിന്നെയും പഞ്ചസാരയൊക്കെ തരുന്നത്? അതൊന്നും കുഴപ്പമില്ല, മക്കളും കഴിച്ചാട്ടെ. ആ, ഞാനൊരു 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ലച്ചുവിന്റെ മുഖത്തൊരു വിളർച്ച. മക്കൾക്ക് ഇപ്പൊ എന്താ തോന്നുന്നേ? ഭയങ്കര ഒരു എന്താ പറയാ, ഒരു മനം പുരട്ടൽ എന്നൊക്കെ പറയില്ലേ, ഭയങ്കര വിമിഷ്ടം എന്തൊക്കെയോ. അതൊക്കെ ഇപ്പൊ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. നീ രാവിലെ എന്തെങ്കിലും കഴിച്ചായിരുന്നാ? ഇല്ല, കഴിച്ചില്ല. ആ, രാവിലെ സമയത്തിന് ഭക്ഷണം കഴിക്കണം. அப்படின்னா தோசை கொடுக்கட்டா? தோசாவும் சாம்பாரும். കഴിച്ചാട്ടെ. അമ്മൂമ്മ വാരി തരട്ടെ? വേണ്ട. വാന്തി. അമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അവളെ ലക്ഷണമൊക്കെ കണ്ടിട്ട് എനിക്കൊരു ഒന്നും തോന്നണ്ട, ഇത് അത് തന്നെ. ഞാൻ എത്ര പ്രസവിച്ചാന്നറിയാവോ? ഇത് സിദ്ധുവും കേശുവും ഒക്കെ അറിഞ്ഞു കാണൂ. അറിഞ്ഞു കാണോ എന്തോ. എന്നാലും അമ്മ, എന്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് ഒന്നും കണക്ക് കൂട്ടാനില്ല, ഇത് അത് തന്നെ. പണ്ടേ നമ്മുടെ പടവലത്തെ ലളിതയുടെ മോള് ഒരു ദിവസം വീട്ടിൽ വന്നായിരുന്നു. ഈ വീട്ടിൽ വന്നപ്പോൾ ഈ കൊച്ചിൻ്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ആകെ വിളറി വെളുത്ത് വല്ലാണ്ടിരിക്കുന്നു. 3-4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, കൊച്ചുങ്ങളുണ്ടായിരുന്നില്ല. എനിക്കത് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാൻ ഇക്കാര്യം ലളിതയോട് പറഞ്ഞു. അപ്പം ലളിത കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ ദയ നടക്കുന്നു. എന്തോന്നു? കൊച്ചു ഗർഭിണിയാന്ന്. എന്നാലും അമ്മ, എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞു. എനിക്ക് എന്റെ ഗൗരി, എനിക്ക് എന്റെ ദേഷ്യം വരുന്നു. നീ വലിയ എക്സ്പീരിയൻസ് കാര്യാ. ഉപ്പാട്ടിളകി പോയി. ഇപ്പൊ എങ്ങനെയുണ്ട് മക്കളെ? നീ വൊമിറ്റ് ചെയ്തോ?
வொமிட் எல்லாம் செய்யல கௌரி. வொமிட் வர மாதிரி தான் இருந்தது. ஆனா வொமிட் எல்லாம் செய்யல. വയറ്റില് ഏതാ ഇരുന്നാ താനേ വൊമിറ്റ് ചെയ്യുവാ. ഞാൻ കുറച്ചു നേരം പോയി കിടക്കട്ടെ കേട്ടോ. ആ എന്നാ അമ്മൂമ്മയുടെ മക്കൾ പോയി കിടന്നോ. ഒന്നുമില്ല മക്കൾക്കൊന്നുമില്ല, മക്കൾ പതുക്കെ പോയാ മതി കേട്ടോ. ലച്ചു പോയി കിടന്നു. പോയി പഠിപ്പിക്കോ. ഉനക്ക് എന്നെ വേണാലും കേള് കൊണ്ടുതരാം. എന്തോന്നിത്? എന്റെ മക്കൾ പറയുന്ന കേക്ക്. മക്കൾ പോയി കിടന്നോ. എന്റെ മേത്തൊന്നു വിട്ടെ. നേരമായി. എന്നമ്മാ ഇപ്പിടി പേസിട്ട് പോറാ? അതൊക്കെ ഈ സമയത്തുണ്ടാവും, അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട.